ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ് വാക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ലോകമെമ്പാടും ഇരുന്ന് നമ്മുടെ ഈ മോർണിംഗ് വാക്ക് കാണുന്ന പ്രിയപ്പെട്ട മലയാളികൾ, ഇന്ന് ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങാൻ പോവുകയാണ്. ഇന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ ഫെബ്രുവരി 17 തീയതിയാണ്. കുംഭമാസമാണ്. അഞ്ചാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അപ്പൊ ഞാൻ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് മോർണിംഗ് വാക്കിനായി. അതങ്ങനെ പറയല്ലേ, ഞാൻ ചോദിക്കില്ലേ? ചോദിക്കും. എവിടെയായിരുന്നു ഇത്ര നാളും? ഓ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അല്ല, എവിടെ? ബാംഗ്ലൂർ പോയി. ആ വഴി അങ്ങോട്ട് പോയി. അവിടെ ഒരു മോർണിംഗ് ഷോ ചെയ്യാൻ വേണ്ടി പോയതാണ്. ആക്ച്വലി ഈ നാട്ടിലേക്കൊക്കെ ഒന്ന് പോയതാണ്. അതപ്പോ കണ്ണൂര് വഴി ബാംഗ്ലൂർ കറങ്ങി, കണ്ണൂരിൽ നിന്ന് പിന്നെ എവിടെ പോയി? വേറെ എവിടെയും പോയില്ല. അപ്പൊ കണ്ണൂരിൽ നിന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. പ്രേക്ഷകരൊക്കെ ഒരുപാട് പേര് ഇനിയും ചോദിക്കുക എവിടെയായിരുന്നു പ്രജൻ. ഇപ്പൊ നമ്മള് തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പൊ ഇനിയും ഒരുപാട് പ്രേക്ഷകർ ജോയിൻ ചെയ്യുമ്പോൾ ചോദിക്കുക എവിടെയായിരുന്നു പ്രജൻ. അപ്പം വീണ്ടും നമ്മൾ ഈ ഡയലോഗ് ഇങ്ങനെ പറയും. അപ്പൊ കൂടുതൽ വിശേഷങ്ങളും പറയണം കേട്ടോ പ്രേക്ഷകരോട്. തീർച്ചയായിട്ടും. അപ്പോ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു, നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. ഒരുപാട് വാർത്തകൾ സംഭവിക്കുന്ന മണിക്കൂറുകളാണ് ഇതെന്ന് പറയാതെ വയ്യ. ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ വാർത്തകളിലേക്ക് പെട്ടെന്ന് കടക്കേണ്ടതുണ്ട്. ഒപ്പം നമ്മുടെ വിശേഷങ്ങൾ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നേരത്തെ പ്രവിധ പറഞ്ഞതുപോലെ വിശേഷങ്ങളൊക്കെ അറിയാൻ കാത്തിരിക്കുകയാണ്. തുടങ്ങിയാലോ? തീർച്ചയായിട്ടും വർദ്ധിത വീര്യത്തോടെ ഫുൾ എനർജിയോടെ നമ്മൾ ആരംഭിക്കുന്നു മോർണിംഗ് വാക്ക്. യെസ്, അപ്പോൾ അതൊക്കെയാണ് ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. അപ്പോൾ മോർണിംഗ് വാക്കിനായി നമ്മൾ ഇന്നുള്ളത് തൃപ്പൂണിത്തുറയ്ക്ക് അടുത്താണ്. അവിടെ ഉള്ള ഫാക്ട് നഗർ വാക്ക്വേയിലാണ് നമ്മളുള്ളത്, അല്ലേ? മനോഹരമായ ദൃശ്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഒരിക്കൽ പ്രജന്റ് വന്നിട്ടുണ്ട് ക്രിസ്റ്റീനോടൊപ്പം ഇവിടെ. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അതിനു മുൻപ് ഡൽഹിയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. അതെ, ഡൽഹിയിൽ ഭൂചലനം എന്നുള്ള വാർത്തയാണ്. 4 തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാവിലെ 5:37 ഭൂചലനം അനുഭവപ്പെട്ടത് എന്നാണ് ബൽറാം നെടുങ്ങാടി നൽകുന്ന വിവരം. കൂടുതൽ വിശദാംശങ്ങൾ ബൽറാം നൽകും. യെസ് ബൽറാം, അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഈ 5:37 ഉണ്ടായ ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇതിന് തുടർചലനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് പ്രജിൻ, പ്രവിത. ഡൽഹിയിൽ രാവിലെ 5:37 ശക്തമായ ഭൂചലനം അനുഭവപ്പെട്ടത്. സമീപകാലത്ത് ഡൽഹിയിൽ അനുഭവപ്പെട്ടതിൽ ഏറ്റവും ശക്തമായ ഭൂചലനമാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായത്. ഈ നിലവിൽ നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി നൽകുന്ന വിവരമനുസരിച്ച് റിക്ടർ സ്കെയിലിൽ 4 തീവ്രതയാണ് ഈ ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഭൗമോപരിതലത്തിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ആഴത്തിലാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളത്. ഡൽഹി തന്നെയാണ് ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൗമോപരിതലത്തിൽ നിന്നും ഏറെ അടുത്ത് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ ചലനമായി അനുഭവപ്പെട്ടത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് ഉയർന്ന കെട്ടിടങ്ങളിൽ താമസിക്കുന്നവർക്ക് അതിശക്തമായ രീതിയിൽ ഈ ഭൂചലനം അനുഭവപ്പെട്ടു. ഭൂചലനത്തോടൊപ്പം തന്നെ ശക്തമായ ഒരു ശബ്ദവും ഡൽഹിയും NCR പ്രദേശത്തെ താമസിക്കുന്ന മുഴുവൻ ആളുകൾക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ ഭൂചലനം ഡൽഹി ത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളത് ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ്. സാധാരണ നിലയിൽ ഡൽഹിയിൽ ഭൂചലനം തുടർച്ചയായി അനുഭവപ്പെടാറുണ്ട് എങ്കിൽ പോലും അത് പലപ്പോഴും ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം എന്നുള്ളത് അഫ്ഗാനിസ്ഥാനിലെ ഹിന്ദുക്കുഷ് മലനിരകളിലോ അല്ലെങ്കിൽ നേപ്പാളിലോ അടക്കമുള്ള ഭൂചലനങ്ങളും ഡൽഹിയിൽ എത്താറുണ്ട്. അതിന്റെ അനുഭവപ്പെടാറുണ്ട് ഡൽഹിയിൽ അത്തരത്തിലുള്ള ഭൂചലനങ്ങൾ. എന്നാൽ ഡൽഹി തന്നെ പ്രഭവ കേന്ദ്രമായിക്കൊണ്ട് സമീപകാലത്ത് ഭൂചലനം ഉണ്ടാകുന്നത് ആദ്യമായാണ്. ഈ ഭൂചലനത്തെ തുടർന്ന് ആളുകൾ വലിയ ആശങ്കയിലായി. പലരും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ഭൂചലനം അനുഭവപ്പെടുകയും തുടർന്ന് വീടുകളിൽ നിന്നും ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഒപ്പം തന്നെ മറ്റ് പക്ഷികളും മറ്റും വലിയ ശബ്ദത്തോടെ ചിലയ്ക്കുന്ന ഒരു സാഹചര്യവും ഭൂചലനത്തെ തുടർന്ന് ഉണ്ടായി. നിലവിൽ ഇപ്പോൾ ഈ ഭൂചലനത്തിന്റെ തുടർച്ചയായി മറ്റ് അപകടങ്ങളോ മറ്റെന്തെങ്കിലും അത്യാഹിതങ്ങളോ സംഭവിച്ചതായുള്ള റിപ്പോർട്ടുകളില്ല. ശക്തമായ എന്ന വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന റിക്ടർ സ്കെയിലിൽ 5 തീവ്രതയ്ക്ക് മുകളിലുള്ള ഭൂചലനങ്ങളാണ് തീവ്ര ഭൂചലനങ്ങളായി വിലയിരുത്തപ്പെടാറുള്ളത്. എന്നാൽ അതിന് തൊട്ടടുത്ത് 4 തീവ്രതയാണ് ഈ ഭൂചലനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ മറ്റ് അപകടങ്ങളോ മറ്റോ ഈ ഭൂചലനത്തെ തുടർന്ന് ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളില്ല. പ്രജിൻ, പ്രവിത. ശരി.
ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. എനിക്ക് തോന്നുന്നു എല്ലാവരും പേടിച്ചുണർന്നു, എല്ലാവരും ഉണർന്നിട്ടുണ്ട്. ഇപ്പം ബൽറാമും വിനീതയും അച്യുതനും എല്ലാവരും ഇപ്പൊ അച്യുതന്റെ സ്റ്റേറ്റസ് കാണുമായിരുന്നു. ഡൽഹി മൊത്തം ഉണർന്നിട്ടുണ്ടെന്ന് എന്നാണ് അച്യുതൻ പിടിച്ച് പറയുന്നത്. കുലുക്കി ഉണർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ വലിയ ആശങ്കകളില്ലെങ്കിലും ഈ വലിയ കെട്ടിടങ്ങൾ ാണ് പ്രശ്നം. അവരുടെ ബലക്ഷയമൊക്കെ ഇനിയിപ്പോൾ പരിശോധിക്കേണ്ടി വരും. അതൊക്കെ എനിക്ക് തോന്നുന്നു നേരത്തെ ബൽറാം തന്നെ പറഞ്ഞു, ഡൽഹിയിൽ ഇത് ഒരു എന്താണ് പറയുക പുതിയ കാര്യമല്ല, ഇടയ്ക്കിടെ ഇത്തരം ചലനങ്ങൾ ഉണ്ടാവാറുണ്ട്. 5 താഴെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളില്ല. അതാണ് ഒരു ആശ്വാസ വാർത്തയായി ഈ മണിക്കൂറിൽ മറ്റൊന്ന് പങ്കുവെക്കാനുള്ളത്. ഇനിയൊരു സങ്കട വാർത്തയിലേക്കാണ് പോകേണ്ടത്. അതെ, കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ടായൊരു അനിഷ്ട സംഭവമാണ്. അപ്പോൾ അതൊരു രാഷ്ട്രീയ വിഷയമായി, ഒരു രാഷ്ട്രീയ കൊലപാതകം എന്ന രീതിയിൽ തന്നെ CPM അത് പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത് അല്ലേ. പത്തനംതിട്ട പെരുന്നാട് CITU പ്രവർത്തകൻ കത്തിക്കുത്തിൽ കൊല്ലപ്പെട്ടു. ചുമട്ടുതൊഴിലാളിയായ ജിതിനാണ് കൊല്ലപ്പെട്ടത്. RSS പ്രവർത്തകർ ജിതിനെ സംഘർഷത്തിനിടെ കുത്തുകയായിരുന്നു എന്നതാണ് CPIMന്റെ ആരോപണം. RSS പ്രവർത്തകനായ വിഷ്ണുവിന്റെ നേതൃത്വത്തിലാണ് ആക്രമണം നടന്നതെന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറഞ്ഞു. പെരുന്നാട് നടത്തുമൊഴിയിൽ ഇന്ന് വൈകിട്ട് DYFI പ്രവർത്തകരായിട്ടുള്ള മരിച്ച ജിതിനടക്കമുള്ള ആളുകൾ അവരുമായി BJP RSS പ്രവർത്തകരാണ് വാക്ക് തർക്കത്തിലും സംഘർഷത്തിലും ഏർപ്പെട്ടത്. അതിനെ തുടർന്നാണ് ജിതിനെ വെട്ടി പരിക്കേൽപ്പിച്ചത്. ആഴത്തിലുള്ള മുറിവാണ്. ഇതിനെ തുടർന്നാണ് ജിതിൻ മരണത്തിന് കീഴടങ്ങിയത്. ശ്രീകുമാറിനാണ് പത്തനംതിട്ടയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. ശ്രീത്ത്, ഈ സംഘർഷത്തിനിടെയാണ് ഈ കത്തിക്കുത്തുണ്ടായത് എന്ന് CPM പറയുന്നു. RSS ആണ് ഇതിൽ പിന്നിൽ, അതൊരു രാഷ്ട്രീയ കൊലപാതകം തന്നെ എന്ന് CPM ഉറപ്പിക്കുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്? ഈ സംഘർഷം അത് ഉണ്ടായിട്ടുണ്ട്, അതെന്താണ്, എന്ത് സംഘർഷമാണ്, അതെങ്ങനെ ഉണ്ടായി? അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രീത്ത്? പ്രജിൻ, സാധാരണ രാഷ്ട്രീയ സംഘർഷങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്ത മേഖലയാണ് ചിറ്റാർ അടക്കമുള്ള അല്ലെങ്കിൽ മടത്തമ്പടി അടക്കമുള്ള മേഖലകളൊക്കെ മുൻപ് രാഷ്ട്രീയ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ കാര്യമായ രീതിയിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾ അങ്ങനെ നേരിട്ടുള്ളൊരു ഫൈറ്റ് ഒന്നും തന്നെ നടക്കാത്തൊരു പ്രദേശം കൂടിയാണ്. ആ മേഖലയിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏതാനും ചില പ്രശ്നങ്ങൾ നടക്കുന്നത്. അത് തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ പിന്നീട് രാഷ്ട്രീയ വിഷയങ്ങളായി മാറുക തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കേവലം 2 പാർട്ടിക്കാർ തമ്മിലാകുമ്പോൾ സംഘടനയുടെ പേരിലാകുന്ന സമയത്ത് രാഷ്ട്രീയ വിഷയങ്ങളായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് ഇന്നലെ വൈകിട്ടോടുകൂടി സംഘർഷം നടക്കുന്നത്. DYFI പ്രവർത്തകരായ 3 പേർക്ക് അതിഗുരുതരമായ രീതിയിലുള്ള പരിക്ക് ഏൽക്കുന്നുണ്ട്. ഇതറിഞ്ഞ് അവിടേക്ക് എത്തിയതാണ് ജിതിൻ അടക്കമുള്ള ആളുകൾ എന്നാണ്. 36 വയസ്സാണ് ജിതിന് പ്രായം. ചുമട്ടുതൊഴിലാളിയാണ്, DYFI പ്രവർത്തകനാണ്. അവിടുത്തെ CPMന്റെ ഒക്കെ പ്രവർത്തനത്തിൽ എല്ലാവിധ മേഖലകളിലൊക്കെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാൾ ഒക്കെ തന്നെയാണ് ജിതിൻ. എന്തായാലും ജിതിൻ അങ്ങോട്ട് എത്തിയത് എന്നാണ് CPIM DYFI നേതാക്കൾ പറയുന്നത്. എന്തായാലും വിഷ്ണു എന്ന RSS BJP പ്രവർത്തകന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ്. ഏതാണ്ട് 3ഓളം പേരുടെ പേരുവിവരങ്ങൾ പോലീസിന്റെ പക്കലുണ്ട്. ആ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ജിതിനെ കുത്തി വീഴ്ത്തിയത് എന്ന ഗുരുതരമായ ആക്ഷേപമാണ് CPIM നേതാക്കൾ ഉന്നയിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 9 മണിയോടുകൂടി സംഭവം നടക്കുന്നു. അതിനുശേഷം 10 മണിയോടുകൂടി പരിക്കേറ്റ ആളുകളെ, ആദ്യ ഘട്ടത്തിൽ പരിക്കേറ്റ ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് ശേഷമാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. വീണ്ടും ജിതിന് കുത്തേൽക്കുന്നത്. എന്തായാലും പത്തനംതിട്ടയിലെ മുത്തൂറ്റ് ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും ജിതിൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും CPIM നേതാക്കൾ എല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേരുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്തായാലും മൃതദേഹം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. എന്തായാലും സംസ്കാര ചടങ്ങുകളും അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള മറ്റു നടപടിക്രമങ്ങളും ഇവിടെയല്ല നടക്കുന്നത്. അത് നേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനാണ് CPIM നേതാക്കളുടെ തീരുമാനം. അല്പസമയത്തിനകം ഏതാണ്ട് 6:30 മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കും. അതിനുശേഷം 7 മണിയോടുകൂടി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. ശേഷം ഈ പൊതുദർശനവും അതുപോലെ തന്നെ സംസ്കാരവും അടക്കമുള്ള കാര്യങ്ങൾ വീട്ടുകാരോട് ആലോചിച്ച് ചെയ്യുമെന്നാണ് CPIMന്റെ വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും രാഷ്ട്രീയ കൊലപാതകമാണ്, RSS നേതൃത്വം അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ BJP നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരു കൊലപാതകമാണ് എന്ന് CPIM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം തന്നെ പറഞ്ഞ സ്ഥിതിക്ക് കൃത്യമായ രീതിയിൽ ഒരു രാഷ്ട്രീയമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് CPIMന്റെ തീരുമാനം. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ അല്പസമയത്തിനകം ഉണ്ടാകും. എന്തായാലും ചെറുപ്പക്കാരനാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 36 വയസ്സ്, കേവലം 36 വയസ്സ് മാത്രമാണ് ജിതിന് പ്രായം. എന്തായാലും ജിതിൻ അവിവാഹിതൻ കൂടിയാണ്. എന്തായാലും വലിയ പ്രതിഷേധം CPIM DYFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉയർന്നുവെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രവിത. ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. നിർഭാഗ്യകരമായ സംഭവമാണ്. എന്തെങ്കിലും തരമുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ പിന്നെ അത് പാർട്ടിയുടെ പ്രശ്നങ്ങളായി മാറുന്നു. അങ്ങനെ അതൊരു നാടിന്റെ തന്നെ പ്രശ്നമായി മാറുന്ന സ്ഥിതിയിലേക്കൊക്കെ കടക്കുന്നു. ഒടുവിൽ കൊലപാതകം. ഈ കൊലപാതകത്തിനൊക്കെ എന്നാണ് അന്ത്യം ഉണ്ടാവുക എന്ന് നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട്. കേരളത്തിനെ കുറിച്ച് അങ്ങനെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ നാട് എന്നൊക്കെയുള്ള ഒരു മോശം തലക്കെട്ട് അത്
ഒരു കാലത്തുണ്ടായതാണ്. അത് പിന്നീട് അതിനൊരു കുറവ് വന്നു, അക്രമ സംഭവങ്ങൾ വളരെ കുറഞ്ഞു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ രീതിയിൽ പത്തനംതിട്ടയിൽ നടക്കുന്ന കാര്യങ്ങൾ അത് തീർത്തും നല്ലതിനല്ല. ഇനിയിപ്പോൾ RSS നേതൃത്വം, BJP നേതൃത്വം ഇത് എന്ത് പ്രതികരണം നടത്തുന്നു എന്നുള്ളതാണ്. കാരണം CPM ശരിയായ രീതിയിൽ, ശക്തമായ രീതിയിൽ അവർക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനോട് എന്ത് പ്രതികരിക്കുന്നു എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇത് നേരത്തെ നമ്മൾ ഈ ഭൂചലന വാർത്ത പറഞ്ഞപ്പോൾ നമ്മൾ കമന്റ് ബോക്സിൽ ഒരുപാട് ഡൽഹി മലയാളികൾ പറയുന്നുണ്ട്. അവരുടെ ആശങ്ക അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ തമാശയായിട്ട് പറഞ്ഞെങ്കിലും അവരുടെ ആശങ്കകൾ അവർ പറയുന്നുണ്ട്. പുലർച്ചെ ആയതുകൊണ്ട് കിളി പോയി നിരഞ്ജന പറയുന്നു. ഇതായി ഇവിടെ കുലുക്കം കാരണമാണ് ഉറക്കത്തിൽ നിന്ന് എണീറ്റത്. ആദ്യം എന്തോ സ്വപ്നമാണെന്ന് വിചാരിച്ചു, പിന്നെയാണ് ബോധം വന്നത്, പകുതി ജീവൻ പോയി എന്ന് മുഹമ്മദ് ജുനൈസ് പറയുന്നുണ്ട്. അങ്ങനെ ഡൽഹിയും ഹരിയാന അവിടെയൊക്കെയുള്ള മലയാളികൾ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നു. ആദ്യമാണെന്നാണ് ഫാസിൽ പറയുന്നത്. അതെ, എന്തായാലും കുഴപ്പമില്ല. എവിടെയും പ്രശ്നങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കെട്ടിടങ്ങൾ നശിക്കുകയോ അത് പൊട്ടിപ്പോയി ചെയ്തിട്ടൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നിലവിലത്തെ അവസ്ഥയിൽ പേടിക്കാനില്ല എന്നാണ് പറയുക. ചിലരൊക്കെ പുറത്തിറങ്ങി കാറിൽ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട്. സേഫായിട്ടിരിക്കുക. ഇപ്പോൾ സമയം 6:15 മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ എറണാകുളം പൂക്കാട്ടുപടി കോരങ്ങാട് പ്ലാസ്റ്റിക് ഗോഡൌണിന് തീ പിടിച്ചിട്ടുണ്ട്. പുലർച്ചെ 4 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് നൽകുന്നതിന്റെ കൂടുതൽ ശ്യാം, ഈ പൂക്കാട്ടുപടിക്കടുത്താണ് ഈ സ്ഥലം. എന്താണ് സംഭവിച്ചത്? ഈ തീ പടർന്നത് എങ്ങനെ എന്നൊക്കെയുള്ള വിവരങ്ങൾ അത് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? എത്ര യൂണിറ്റോടെ ഉണ്ട് ഫയർഫോഴ്സ്? പ്രജിൻ, തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഫയർ യൂണിറ്റുകൾ അവിടെ രാവിലെ 4 മണി മുതൽ പുലർച്ചെ 4 മണി മുതൽ തീ അണയ്ക്കാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം തീ കണ്ടപ്പോൾ തന്നെ കാക്കനാട് നിന്ന് ഫയർ യൂണിറ്റ് എത്തിയിരുന്നു. പിന്നീട് ആലുവയിൽ നിന്നും മറ്റ് ഭാഗങ്ങളിൽ നിന്നുമൊക്കെ ഫയർ യൂണിറ്റുകളെ വിളിച്ചു വരുത്തുകയായിരുന്നു. പ്ലാസ്റ്റിക് ഗോഡൌൺ ആണ്. കഴിഞ്ഞ 1 മാസം മുൻപും കാക്കനാട് സമീപം സമാനമായ രീതിയിൽ ഒരു പ്ലാസ്റ്റിക് ഗോഡൌണിന് തീ പിടിച്ചിരുന്നു. അതേപോലെ തന്നെയുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായത്. വളരെ വേഗത്തിൽ തീ ആളിപ്പടരുകയാണ് എന്നുള്ളതാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും പ്രദേശവാസികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. ഫയർ യൂണിറ്റുകൾ തീ നിയന്ത്രണ വിധേയമാകാൻ വലിയ രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. തരംതിരിച്ച പ്ലാസ്റ്റിക്കുകളാണ് ഈ കോരങ്ങാട്ട് മൂലയിലെ ഈ ഗോഡൌണിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വിവരം ലഭിക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല, പക്ഷെ തീ വളരെ വേഗത്തിൽ ആളിപ്പടരുന്നത് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏതായാലും ഫയർഫോഴ്സിന്റെ കൂടുതൽ യൂണിറ്റുകളെ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട്. ശരി, ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. തീപിടുത്തം അണയ്ക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. ഇനിയിപ്പോൾ നമ്മൾ കമന്റ് ബോക്സ് ഒന്നുകൂടെ വരാൻ പറ്റുന്നത് ദേവു 1422 എന്നൊരു ഐഡിയിൽ നിന്നും ഇങ്ങനെ ഒരു കമന്റ് വരുന്നു. നിങ്ങളോട് ഇനി ഞാൻ മിണ്ടില്ല, അങ്ങനെ പറയരുത്. 2 തവണ ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞു, മൈൻഡില്ല. ഇവിടെ ദുബായിലാണ്, ടൈം 4:45. അപ്പോൾ 2 തവണയല്ലേ ഗുഡ് മോർണിംഗ് പറഞ്ഞത്? വെരി 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 ഗുഡ് മോർണിംഗ്. നല്ല ദിനം. ആടി ഉലഞ്ഞാണ് എണീറ്റതെന്ന് നിരഞ്ജന പറയുന്നുണ്ട്. നേപ്പാളിൽ കുലുങ്ങിയെന്ന് കേൾക്കുന്നു, അതുകൂടി അന്വേഷിക്കണമെന്ന് ലിത പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കമന്റ് ബോക്സ് നിറയെ പ്രേക്ഷകരുടെ കമന്റ്സ് ആണ്, ഡൽഹി മലയാളികളുടെ കമന്റ്സ് ആണ്. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുണ്ട്. അതിന് മുൻപ് ഒരു ചെറിയ ഇടവേള, പെട്ടെന്ന് തിരികെ എത്താം മറ്റു വാർത്തകളിലേക്ക്. സീരിയസ് ആയ ഒരുപാട് വാർത്തകൾ ഒന്നുകൊണ്ടാണ് സീരിയസ് ആയ വാർത്തകൾ അവതരിപ്പിച്ചത്. വൈകി എത്തിയ പ്രേക്ഷകരോട് പറയുകയാണ്, ഇന്ന് മോർണിംഗ് വാക്കിനായി നമ്മൾ എത്തുള്ള തൃപ്പൂണിത്തുറ ഫാക്ട് നഗർ വാക്ക്വേയിലാണ്. നമ്മുടെ നടപ്പ് ഇങ്ങനെ തുടരുന്നുണ്ട്, ഞാനും പ്രവിധിയും. അപ്പോൾ വാർത്തകളുണ്ട്. നബീൽ അഹമ്മദ് എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിക്കുന്നു, പോട്ടയിലെ ബാങ്ക് കവർച്ച, അതിന്റെ വാർത്ത പറ ബ്രോ എന്ന് പറയുന്നുണ്ട്. ദ ബ്രോ പിടിച്ചു അതിന്റെ അപ്ഡേറ്റ്. തൃശൂർ ചാലക്കുടി പോട്ട ഫെഡറൽ ബാങ്ക് മോഷണ കേസിലെ പ്രതി റിജോ ആന്റണിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്ന് തെളിവെടുപ്പ് ഉണ്ടാകില്ല എന്നുകൂടി അറിയുന്നു. ബാങ്കിൽ നിന്ന് മോഷ്ടിച്ച 10 ലക്ഷം രൂപ ഇതിനോടകം കണ്ടെടുത്തിട്ടുണ്ട്. കവർച്ചയിലേക്ക് നയിച്ചത് പ്രതിയുടെ ധൂർത്തെന്നാണ് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷും ഒപ്പം സൂരജ് സജിയുമാണ് ചേരുന്നത്. ആദ്യം വിഷ്ണു സുരേഷിലേക്ക് പോകുന്നു. വിഷ്ണു, അപ്പോൾ ഈ പ്രതി എവിടെ എന്നുള്ള ചോദ്യത്തിന് അവസാനമായിരിക്കുകയാണ് ഇന്നലെയോടെ. പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. എന്തായാലും തെളിവെടുപ്പ് ഉടൻ ഉണ്ടാകില്ല എന്നും അറിയുന്നുണ്ട്. എന്താണ് പോലീസ് പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ പ്രതി പങ്കുവച്ചിട്ടുണ്ടോ ഈ മോഷണവുമായി ബന്ധപ്പെട്ട്? പ്രവിത, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ഈ മോഷണം നടന്ന പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിലാണ്. ആ മോഷണത്തിൻ്റെ CCTV ദൃശ്യങ്ങളൊക്കെ അന്ന് നമ്മൾ കണ്ടതാണ്. ഈ വാതിക്കയിൽ കൊണ്ടുവന്ന് വാഹനം വെച്ച് ഇയാൾ അകത്തേക്ക് കയറിപ്പോയി 2.5 മിനിറ്റിനുള്ളിലാണ് ഈ മോഷണമൊക്കെ നടത്തി പുറത്തേക്ക് വന്നത്. ആ പ്രതി കൃത്യമായ ആസൂത്രണം ഈ മോഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അതായത് ഈ ശാഖയിൽ ഇതിനു മുമ്പ് എത്തി അവിടുത്തെ ഒരു പരിസരങ്ങളൊക്കെ മനസ്സിലാക്കി കൃത്യസമയത്ത്
ഇവിടുത്തെ ജീവനക്കാർ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സമയമൊക്കെ നോട്ട് ചെയ്ത് വെച്ച് ആ സമയം കൊള്ളിച്ച് തന്നെയാണ് ഇയാൾ ഇങ്ങോട്ടേക്ക് എത്തിയത്. പോലീസ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു റിജോയുടെ ദൂർത്ത് തന്നെയാണ് ഈ മോഷണത്തിലേക്ക് വഴിവെച്ചതെന്ന്. 15 ലക്ഷം രൂപ ഇവിടുന്ന് മോഷ്ടിക്കപ്പെട്ടു. അതിൽ 10 ലക്ഷം രൂപ റിജോയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2.5 ലക്ഷം രൂപ 2,90,000 രൂപയോളം കടമായി അയാൾക്ക് ബാധ്യതയുണ്ടായിരുന്നു. ആ ബാധ്യത അടച്ചു തീർത്തിട്ടുണ്ട്. ബാക്കി തുക ചിലവാക്കി മദ്യമടക്കം വാങ്ങിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇതിൽ ചില വൈരുദ്ധ്യങ്ങൾ ഇയാൾ പറഞ്ഞ മൊഴിയിലൊക്കെ ഉണ്ട് എന്ന് പോലീസ് പറയുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള ചില ദൂരീകരണങ്ങളൊക്കെ ഇന്ന് നടക്കുകയാണ്. റിജോയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പ് എത്തിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ ഇയാളിൽ നിന്ന് അറിയാനുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ മറ്റാരെങ്കിലോടും ഈ മോഷണത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്നാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. ഏതെങ്കിലും തരത്തിലൊരു സഹായം എവിടെ നിന്നെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊരു അന്വേഷണം വേണം. കാരണം ഒറ്റയ്ക്കൊരാൾക്ക് ഇത് എങ്ങനെ ചെയ്യാനാകും, എക്സിക്യൂട്ട് ചെയ്യാനാകും, റിജോയെ പോലുള്ള ഒരാൾക്ക് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാനാകും എന്നൊരു സംശയം പോലീസിന് ഇപ്പോഴുമുണ്ട്. അതിന് സാധ്യത ഇല്ല എന്നല്ല, പക്ഷേ ആ ഒരു സാധ്യത കൂടി അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം കൂടി സംശയ ദൂരീകരണത്തിന്റെ ഭാഗമായി പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലായിരിക്കും ഇന്ന് നടക്കുക. അതിനുശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും, റിമാൻഡ് ചെയ്യും. വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങിയായിരിക്കും ഇങ്ങോട്ടേക്ക് എത്തിച്ച തെളിവെടുപ്പ് നടത്തുക. ഇയാളുടെ ഒരു മോഡസ് ഓഫ് ഓപ്പറാൻഡി ഇങ്ങനെയായിരുന്നു. ഈ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തുന്നു, അതായത് ഗ്ലൗസും മുഖംമൂടിയും ഈ ഹെൽമറ്റും അതോടൊപ്പം തന്നെ ആളെ തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഇയാൾ ഉപയോഗിച്ചത് ഹിന്ദി ആയിരുന്നു. അതായത് ഇതര സംസ്ഥാന തൊഴിലാളി മോഷണം നടത്തി എന്നൊരു പ്രതിനിധി ജ്വലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് അത്തരത്തിൽ ഹിന്ദി ഭാഷ ഉപയോഗിച്ചത്. ഈ സ്കൂട്ടറിൻ്റെ മിറർ ഇയാൾ ഊരി വെച്ചിരുന്നു. അതിനുശേഷം തിരികെ വീട്ടിലെത്തിയ ശേഷം മിറർ വീണ്ടും ഘടിപ്പിക്കുകയായിരുന്നു. വീട്ടിലെത്തുന്നതിനിടയിൽ തന്നെ ഇയാൾ 3 തവണയോളം വസ്ത്രം മാറി. അത് ഈ CCTV ദൃശ്യങ്ങളിൽ ആളെ തിരിച്ചറിയാതിരിക്കുന്നതിന് വേണ്ടിയാണ് 3 തവണ വസ്ത്രം മാറിയത്. പക്ഷേ ഇയാളുടെ ഷൂ കേന്ദ്രീകരിച്ച്, അയാളുടെ ഷൂവിൻ്റെ ഈ താഴെയുള്ള ഭാഗം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയിലേക്ക് എത്താനായതെന്നാണ് ഇന്നലെ റൂറൽ SP വ്യക്തമാക്കിയത്. പോലീസിൻ്റെ ഒരു നിർണായക ഇടപെടലാണ്. 36 മണിക്കൂറിനുള്ളിൽ പ്രതിയെ പിടികൂടാൻ സാധിക്കുകയും ചെയ്തു. അയാളിൽ നിന്ന് പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഭാര്യ വിദേശത്താണ്. വിദേശത്ത് നിന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളിലായി കുറേ ലക്ഷങ്ങൾ രൂപ ഇയാൾക്ക് അയച്ചു നൽകിയിരുന്നു. പക്ഷേ ഇയാളുടെ ദൂർത്ത്, ഈ സുഹൃത്തുക്കളുമായുള്ള മദ്യപാനമൊക്കെ കൊണ്ട് ഈ പണം ചിലവായി പോയി, കടബാധ്യതകളുണ്ടായി. ഈ ബാധ്യതകളൊക്കെ തീർക്കാൻ വേണ്ടി മോഷണം നടത്തിയെന്നാണ് റിജോ പറഞ്ഞിരിക്കുന്നത്. അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യമാണ് പോലീസ് പരിശോധിച്ചു വരുന്നത്. പ്രവിധ. യെസ്, വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സൂരജ് സജി കൂടി ചേരുന്നുണ്ട്. സൂരജ് സജിയോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. സൂരജ്, ഈ റിജു ആന്റണി ഇത് എന്തിനു ചെയ്തു എന്നതിന് ഒറ്റ ഉത്തരം പറയുകയാണെങ്കിൽ ഭാര്യയെ പേടിച്ചിട്ടാണ് ഇത്തരത്തിലൊരു വലിയ കൊള്ള നടത്തിയെന്ന് പറയാം. കാരണം പണമെല്ലാം ധൂർത്തടിച്ചു. ഇനിയിപ്പോൾ അടുത്ത മാസം ഭാര്യ തിരികെ നാട്ടിലേക്ക് എത്തുമ്പോൾ പണം കൊടുക്കാനില്ല. അതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല, ഒരു ബാങ്ക് കൊള്ളയടിക്കുക. ഇതിപ്പോൾ വിഷ്ണു പറഞ്ഞു ചില സംശയങ്ങൾ പോലീസിനുണ്ട്, ഇത് ഒറ്റയ്ക്കൊരാൾക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. പക്ഷേ കൃത്യമായ ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിന് കാത്തിരുന്നാണ് ഈ കൊള്ള നടത്തിയെന്ന് പറയാം. ഈ നമ്പർ പ്ലേറ്റ് അടക്കം മാറ്റിയത്, അതിനൊക്കെ എന്താണ് പറയുക, മറ്റു സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇതായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ എന്താണ് സുരേഷ്? പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാര്യയെ പേടിച്ചാണ് ഈ ബാങ്ക് കൊള്ളയടിച്ചതെന്ന് നിസ്സംശയം പറയാൻ കഴിയും. ഒരുപക്ഷെ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ റിജോയ്ക്ക് ഒരിക്കലും ഇത്തരമൊരു കടുങ്കൈ ചെയ്യേണ്ടി വരില്ലായിരുന്നു. പക്ഷേ പോലീസിനെ സംബന്ധിച്ച് പോലീസ് വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ കേസിനെ സമീപിക്കുന്നു. അതായത് ഇന്ന് ചില നിർണായക തെളിവുകളടക്കം കണ്ടെടുക്കേണ്ടതുണ്ട്. കാരണം ഈ പ്രതി സഞ്ചരിച്ച CCTV ദൃശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു പോലീസ് ഈ പ്രതിയിലേക്ക് എത്തിയതും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തത്. പക്ഷേ പോലീസ് പറയുന്നത് ഇതിന് പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ട്. അതായത് ഈ ചുരുങ്ങിയ ദിവസത്തെ ആസൂത്രണം മാത്രമല്ല, കൃത്യമായി പ്രതി ഇതിനെക്കുറിച്ച് പഠിച്ചു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം. അതായത് ഈ ഒരു മോഷണം നടന്നാൽ സ്വാഭാവികമായും പോലീസ് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കും. അപ്പോൾ ഈ കണ്ണിൻ്റെ ദൃശ്യങ്ങളടക്കം പോലീസ് ശേഖരിച്ചാൽ ഈ കണ്ണിൻ്റെ ദൃശ്യങ്ങളിലൂടെ പ്രതിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പ്രതിക്ക് മനസ്സിലാക്കിയ പശ്ചാത്തലത്തിലാണ് ഇയാൾ ഈ കണ്ണ് മറയ്ക്കുന്നതിന് കണ്ണട പോലും വച്ചതെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ ഏതൊക്കെ രീതിയിൽ പഴുതടയ്ക്കാവോ ആ പഴുതുകളെല്ലാം അടച്ചുകൊണ്ടായിരുന്നു മോഷണം. അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ഈ ഒരു മോഷണം നടന്നു കഴിഞ്ഞാൽ പോലീസ് അന്വേഷിക്കുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ പ്രതി തന്നെ പരിശോധിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ ഇൻ്റർനെറ്റിലും മറ്റുമൊന്നും പരതിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ കണ്ടെത്തൽ. എന്നാൽ പോലും ഇന്ന് വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ നിന്നായിരിക്കും പ്രതി എങ്ങനെയാണ് ഈ ക്രൈം ചെയ്തതിന് ശേഷം രക്ഷപ്പെടേണ്ട
എന്ന് സംബന്ധിച്ച് ഒരു രൂപരേഖ തയ്യാറാക്കിയതെന്ന് സംബന്ധിച്ച് ഇന്ന് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമാണ് ഒരു വ്യക്തത വരികയുള്ളൂ. എല്ലാ പഴുതുകളും അടച്ചപ്പോൾ പ്രതിയെ കുടുക്കിയത് നേരത്തെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിയുടെ ഷൂ തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഷൂവിൻ്റെ അടിഭാഗത്തെ നിറം അത് ഈ 3 തവണയും, അതായത് 3 തവണ പ്രതി വസ്ത്രം മാറുന്നു. ആ സമയത്തൊന്നും ഈ ഷൂ മാറ്റുന്നില്ല. അത് തന്നെയാണ് പ്രതിയെ കുരുക്കിയത്. പക്ഷേ പോലീസ് പറയുന്നുണ്ട്, അതായത് ഈ ധൂർത്ത് തന്നെയാണ് ഇതിലേക്ക് നയിച്ചതെന്ന് പോലീസ് അടിവരയിടുന്നു. ഇന്നലെ പ്രതി നൽകിയ മൊഴിയും അത്തരത്തിൽ തന്നെയാണ്. അത് പലപ്പോഴും ഈ 5 സ്റ്റാർ ബാറുകളിൽ ഉൾപ്പെടെ എത്തി പ്രതി മദ്യപിച്ചിരുന്നു, സുഹൃത്തുക്കൾക്ക് വലിയ വലിയ പാർട്ടികൾ നൽകിയിരുന്നു. ഇതിനെല്ലാം തന്നെ ഈ ഭാര്യ അയച്ചു നൽകിയ പണമാണ് ഉപയോഗിച്ചത്. അതോടൊപ്പം തന്നെ പലിശയ്ക്ക് വരെ പണം കടം വാങ്ങിയിരുന്നു. ഇന്നലെ ഈ പോലീസ് വീട്ടിൽ നിന്ന് ഈ 15 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ റിക്കവർ ചെയ്തിരുന്നു. അതിൽ 5 ലക്ഷം രൂപ കൊടുത്തത് ഈ കാടുകുറ്റിയിലുള്ള ഒരു പലിശ ഇടപാടുകാരനാണെന്നാണ്. അയാളുടെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് പണം വാങ്ങിയിരുന്നു. അയാൾക്ക് 5 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളതാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിൽ നിന്നായിരിക്കും ഈ സംഭവത്തിൻ്റെ കൂടുതൽ ചുരുളഴിയുക എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രജിത്ത്. ശരി, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. പ്രജിൻ, ഞാൻ ആലോചിക്കുന്ന അദ്ദേഹത്തിന്റെ മക്കളെ കുറിച്ചാണ്. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയുണ്ട്. പഠിക്കുന്നതാണ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പം അവരുടെയൊക്കെ ഒരു അവസ്ഥ നമ്മൾ ഇന്നലെ തൊട്ടത് പറയുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനൊരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ജയിലിലൊക്കെ അടയ്ക്കപ്പെടുമ്പോൾ ആ ഭാര്യയുടെയും മക്കളുടെയും അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിപ്പോൾ നമുക്ക് ഈ വാർത്ത പറയാണ്ടിരിക്കാൻ പറ്റില്ല, പ്രതിയെക്കുറിച്ച് വിവരങ്ങൾ നൽകാണ്ടിരിക്കാനും പറ്റില്ല. മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ പ്രതി ആരാണെന്നൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. പോലീസ് പറയുന്നത് വല്ലാത്ത ധൂർത്താണെന്നാണ് പറഞ്ഞത്. 2.5 കോടിയോളം രൂപയുടെ കടമുണ്ട്. അതായത് 48 ലക്ഷത്തിന് മുകളിൽ കടമുണ്ട് ഈ റിജു ആന്റണിക്ക് എന്നാണ് പറയുന്നത്. നോക്കുക എത്രമാത്രം ധൂർത്താണെന്നുള്ളത്. നേരത്തെ ആരോ കമന്റ് ബോക്സിൽ പറഞ്ഞു ഉള്ളവനല്ലേ ധൂർത്ത് എന്ന്. ഉണ്ട്, അത്രമാത്രം കാശുണ്ടായിരുന്നു. അതെല്ലാം ഈ രീതിയിൽ പൊട്ടിച്ചു കളഞ്ഞു. മദ്യപിച്ചും ഈ സുഹൃത്തുക്കളുമായൊക്കെ പലയിടങ്ങളിൽ യാത്ര ചെയ്തും ഒക്കെയാണ് ഈ ധൂർത്തിൻ്റെ എന്താണ് പറയുക വലിയ ചിലവഴിക്കൽ ഉണ്ടായത്. അങ്ങനെയാണ് വലിയ കടക്കാരനായി മാറിയത്. അപ്പോൾ അതിൽ കുറേ പണം ഭാര്യ അയച്ചു കൊടുത്ത പണമൊക്കെ അങ്ങനെ പോയി. അപ്പോൾ തിരികെ ഇനിയിപ്പോൾ അടുത്ത മാസം ഭാര്യ വരുമ്പോൾ പണം കൊടുക്കാനില്ല. അതാണ് കൊള്ളയ്ക്ക് പ്രേരിപ്പിച്ചതെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ കൃത്യമായി ആസൂത്രണം അദ്ദേഹം ഇതിനായിട്ട് നടത്തിയിട്ടുണ്ട് പ്രതി എന്നുള്ളതാണ്. അപ്പോൾ ഷൂവിന്റെ നിറമാണ് അദ്ദേഹത്തെ കുടിക്കിയതെന്ന് പോലീസ് പറയുന്നുണ്ട്. പിന്നെ CCTV ദൃശ്യങ്ങളും. ഈ ഓർമ്മ ദിനമാണ് ഇന്ന്. പ്രേക്ഷകർ മറന്നിട്ടുണ്ടാകാൻ വഴിയില്ല ശരത് ലാലിനെയും കൃപേഷിനെയും. നമ്മുടെ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിന്റെ വാർത്ത പറഞ്ഞാണ് ഇന്നത്തെ മോർണിംഗ് വാക്ക് തുടങ്ങിയത് അല്പസമയം മുൻപ് പത്തനംതിട്ടയിൽ. അപ്പോൾ ഓർക്കേണ്ട 2 പേരുകളുണ്ട്. ആ ഓർമ്മ ദിനത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. കോൺഗ്രസ് പെരിയയിൽ കൊല്ലപ്പെട്ട കാസർഗോഡ് പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലിന്റെയും കൃപേഷിന്റെയും ഓർമ്മ ദിനമാണിന്ന്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെ പ്രതികളായ കേസിൽ 6 വർഷത്തിന് ശേഷം CBI കോടതി ശിക്ഷ വിധിച്ചു. ഏറെ രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച കേസാണിത്. മുൻ MLA KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉൾപ്പെടെ 4 പേർക്ക് ഹൈക്കോടതി ജാമ്യം നൽകി. ഇന്ന് പെരിയയിൽ നടക്കുന്ന പരിപാടിയിൽ കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, KPCC അധ്യക്ഷൻ K സുധാകരൻ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. 2019 ഫെബ്രുവരി 17 കല്യോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷ സംഘാടക സമിതി യോഗത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത് ലാലും കൃപേഷും വീട്ടിലേക്ക് മടങ്ങി. രാത്രി 7:30യോടെ ശരത് ലാലിന്റെ വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ കേസിലെ 5-ാം പ്രതി ഗിജിന്റെ വീടിന് സമീപം ഒളിച്ചിരുന്ന കൊലപാതക സംഘം ശരത് ലാലിനെയും കൃപേഷിനെയും ആക്രമിച്ചു. ഗുരുതര പരിക്കുകളോടെ ആദ്യം കാഞ്ഞങ്ങാട്ടെ ആശുപത്രിയിലും പിന്നീട് മംഗലാപുരത്തെ ആശുപത്രിയിലും ശരത് ലാലിനെ എത്തിച്ചെങ്കിലും മരിച്ചു. ഏറെ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് സമീപത്തെ വാഴത്തോട്ടത്തിൽ തലയ്ക്ക് മാരകമായി മുറിവേറ്റ് രക്തം വാർന്നു മരിച്ച നിലയിൽ കൃപേഷിനെ കണ്ടത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ വരെ പ്രതികളായ കേസിൽ പ്രതികളുടെ കേസ് നടത്തിപ്പിനായി സംസ്ഥാന സർക്കാർ ലക്ഷങ്ങൾ ചെലവഴിച്ചത് വിവാദമായി. 6 വർഷത്തെ നിയമ പോരാട്ടത്തിന് ശേഷം 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 10 പ്രതികൾക്ക് കൊച്ചി CBI കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ ഉദുമ MLAയുമായ KV കുഞ്ഞിരാമൻ, കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ ഉൾപ്പെടെ 4 CPIM നേതാക്കളെ 5 വർഷം കഠിന തടവിനും കോടതി ശിക്ഷിച്ചു. വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ച CPIM നേതാക്കൾ ജാമ്യത്തിലിറങ്ങി. കേസിൽ കോടതി വെറുതെ വിട്ട പ്രതികളെ കൂടി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം അപ്പീൽ നൽകാൻ തയ്യാറെടുക്കുകയാണ്. വിധി വന്ന ശേഷമുള്ള ആദ്യ ഓർമ്മ ദിനത്തെ CPIMനെതിരെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. 24 കാസർഗോഡ്. അപ്പോൾ അതാണ് കൃപേഷിനെയും ശരത് ലാലിനെയും നമ്മൾ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഇരകളാണ്. ഈ സംഭവം നടന്ന് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴാണ് മറ്റൊരു കൊലപാതക വാർത്ത കൂടി വരുന്നത്. അത് പത്തനംതിട്ടയിൽ നിന്നാണ്.
അപ്പോൾ എന്തായാലും അതിൻ്റെ തുടർ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാവാം. പെട്ടെന്ന് നമുക്ക് മറ്റൊരു വാർത്തയിലൂടെ പോയി. ഇന്നലെ വന്ന അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചൊരു വാർത്തയാണ്. അതിൻ്റെ അപ്ഡേഷൻ എന്താണെന്ന് നോക്കാം. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 18 പേർ മരിക്കാനിടയായ സംഭവത്തിന് പിന്നാലെ നിയന്ത്രണങ്ങൾ ശക്തമാക്കിയെങ്കിലും സ്റ്റേഷനിൽ വൻ ജനത്തിരക്ക് തുടരുകയാണ് എന്നത് അത്ഭുതപ്പെടുത്തുന്നു. പ്രയാഗ്രാജ് മഹാകുംഭമേളയിൽ പങ്കെടുക്കാനുള്ള തീർത്ഥാടകരാണ് റെയിൽവേ സ്റ്റേഷനിലെത്തുന്നവരിൽ ബഹുഭൂരിഭാഗവും. അപകടത്തിന് പിന്നാലെ ന്യൂഡൽഹി സ്റ്റേഷനിൽ പോലീസിനെയും റെയിൽവേ പോലീസിനെയും ഉൾപ്പെടുത്തി നിയന്ത്രണങ്ങൾ കടുപ്പിച്ചിരുന്നു. പ്രയാഗ്രാജ് തീർത്ഥാടകരുടെ തിരക്ക് പരിഗണിച്ച് ഉത്തരേന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റുകൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു. പ്രയാഗ്രാജിലേക്ക് 4 പ്രത്യേക ട്രെയിനുകൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപകടത്തിൽ മരിച്ച 5 പേരുടെ പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്തുവന്നു. ശ്വാസം മുട്ടിയാണ് മരണമുണ്ടായതെന്നും ആന്തരികാവയവങ്ങളിൽ രക്തസ്രാവം ഉണ്ടായിരുന്നതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം അപകടത്തെ സംബന്ധിച്ചുള്ള റെയിൽവേയുടെ അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട് ഇന്നാണ് പുറത്തുവരിക.